മണവാട്ടി ചേട്ടനുമായി തീരണമേ. നിന്റെയും ആരും നിന്നെ പ്രതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃവൃദ്ധ പരിശുദ്ധാത്മാവ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ വത്സമരണം ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം കരയേറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ വേദം പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴിയും എന്റെ പാപങ്ങൾ ഞാൻ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങളും എപ്പോഴും എനിക്ക് വിരോധമായിരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ ന്യായത്തിൽ നീക്കം ചെയ്യുമ്പോൾ പാവങ്ങളിൽ നിന്ന് മാതാവിനെ ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പോണ്ടെന്റെ മേൽ തളിക്കണമേ. ഞാൻ വെടിപ്പാപ്പെടുവനാൽ എന്നെ നീ വെണ്മയാക്കണമേ. കുറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആർന്നു സന്തോഷം എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കുന്ന അതിന്റെ മുഖത്തിലെ ക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ രൂപിൽ നിന്നെ തള്ളിക്കളയരുതേ. ചേരണമേ. മോത്തോള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ ക്രോങ്കാരെ എന്റെ വഴിയെ പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളിലേക്ക് എതിരുകയും ചെയ്യും. എൻ്റെ രക്ഷകതയുമായ ദൈവമേ, രക്തപാതകത്തിന് രക്ഷിക്കണമേ. എൻ്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. വാസികളെ സന്തോഷിപ്പിച്ചു കരുണുക കരുണാത്തെ മശീഹ സന്തോഷം രക്ഷകനെ വൈദിക തിരുനാമത്തെ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുകത്ത് കയ്യാ മോതിരമരുളി തിരുസഭയെ മശീഹ മീട്ടപ്പോൾ പരിപാവനതനുരുതിരങ്ങൾ കൈ വാഴ്ത്തി പാടുന്ന രഹസ്യം സംഭോജ്യം താദാ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി ഇഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കമുള്ള ഐകമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. ഓ സേവിക്കും ഞാനരചനയെന്നൊരു ചെയ്യും കൃപതിന്നധരത്തിൽ ഹല്ലേലൂയായെന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി ബാറക്കുമോ. മിൻപോലും വാതാമൈ പോലും വൈമീനാമേ ഉപമകളാൽ ശ്രീമോച്ചൊന്നാനേവും ചാരുമുഖി പാരം നീ ശ്ലാഘിക്കുന്നി പ്രിയനേവൻ ഇന്നാഥൻ 10,000 തൻ പോകാവാണിസറായി ശുഭ്രൻ യാക്കോബിന്നതൈ രക്തം നദി തൈലത്തിൽ മൃദുലബനോൻ കാളികളിൽ പാർക്കിലവൻ ദൈവസുതൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടും.
നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ലാവും നിത്യവും സദാ എപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ എൻ്റെ നാഥ അടിയങ്ങൾക്ക് അർഹത നൽകണമേ. വിജാതീയ സ്ത്രീയെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടത് സഭയ്ക്കായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയ രക്തത്താൽ അവളെ വെടുപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്താൽ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കളങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാഴ്ത്തുകയും തൻ്റെ സഭയുടെ വിവാഹവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീകന്മാരെയും സർവവംശങ്ങളെയും ക്ഷണിച്ച് കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ നേരത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. സർവപരിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന വൈകാര്യതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമർത്ഥനം നന്മകളുടെ വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കക്ഷതകൾക്കും മരണത്തിനും മരീതനുമാകുന്നു. തൻ്റെ ദൃഷ്ടി അലങ്കരിച്ച് ചേട്ടമാക്കുകയും കരുണയോടെ അതിനെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിലയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വത്തിൽ നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ട് മാൽവാ കൊണ്ട് അതിന് വാഹനം ചെയ്യാൻ നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിനെ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകുകയും അതിനെ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നിലവരത്താൽ നിന്റെ കൂടെ നിവസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ പോലെ ക്രമമായി പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആനന്ദം മോതിരം കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണം നിശ്ചയിച്ചു നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരാജ്യങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം നീ അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കുക ശ്യാമോ എന്ന വിശദമായ തീരുമാന സംഗതിയാവുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തിൽ നിന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, പുത്രനായ മണവാളനും പുത്രിയായ ഈ മണവാട്ടി ഞാൻ സമ്പൂർണ്ണ നിരന്തരമുള്ളൊരു തിരുവാൻ ഇടയാക്കണമേ. കർത്താവേ, വിവാഹം സർവ മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിലൂടെ ആയുഷ്കാലം മുഴുവനും വിവരത്തിൽ അലങ്കരിക്കപ്പെടുകയും ഈറന്മാരും മാലാഖമാരുടെ വിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ വരെ അനയിക്കുകയും ചെയ്യണമേ. കർത്താവ് തൻ്റെ സന്നിധി നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പന്നമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കുമാറാകണമേ. നിന്നോട് സത്യവിശ്വാസത്തിൽ ഇവരെ നിശ്ചലപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിന് അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നിന്റെ വിജയശ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പാവന സഭ ചൊന്നിടുന്നു ഇൻവരനേവൻ ഞാൻ ധന്യ വന്ദിക്കും മേൽ വന്നെന്നെ വീട്ടൊരു മണവാളൻ തന്നെ പ്രിയനെന്നെ വീട്ടോരു നാളി സത്വരമുന്നതി ഞാൻ പൂണ്ടു സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോ ഞാൻ ധന്യ മാമോദീസാ
വിരലിന്മേൽമേരേത്തങ്ങൾ മോതിരമായി പേർക്കേകി സ്കീപായാൽ ഞാൻ വീട്ടോടാം സുമുഖി സ്വാഗതമോതുന്നേ താതനികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ റൂഹായി. വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്ക് 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോട് സ്തുതി ചെയ്ത് ദുഷ്ടനും എല്ലാവിധ സൈന്യം നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വിവാഹഗോദാശയോടെ 1-ാം ക്രമം അഥവാ മോതിരവാഴ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 2-ാം ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വളരെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു മുഹൂർത്തത്തിലാണ് ഈ നമ്മുടെ വാത്സല്യ മക്കൾ ഈ അനുഗ്രഹീതമായ ദേവാലയത്തിൽ ഭാഗ്യവാനും പരിശുദ്ധനും പുണ്യവാനുമായിരിക്കുന്ന ഗീവർഗീസ് സഹോദരരുടെ സാന്നിധ്യത്തിൽ വിവാഹത്തിനായി ഈ മക്കൾ ഒരുങ്ങി വന്നിരിക്കുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ഈ മക്കൾ വ്യത്യസ്ത പാതയിലൂടെ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കൾ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ഒരുമിച്ച് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ ഹ്രസ്വമായ 1 മണിക്കൂർ മാത്രം സമയമെടുക്കുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന കൂദാശയാണ് വിവാഹ കൂദാശ. ഈ കൂദാശ വഴിയായി സർവശക്തനായ ദൈവം ഈ പ്രിയപ്പെട്ട മകളെയും ഈ പ്രിയപ്പെട്ട മകനെയും ഒന്നാക്കുകയാണ്. ദൈവം ഇവരെ സംയോജിപ്പിക്കുകയാണ്. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ബഹുമാനിച്ച്, പരസ്പരം ആദരിച്ച്, പരസ്പരം അംഗീകരിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെ ജീവിത പങ്കാളിയുടെയും മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും എന്നൊരു മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. സ്വന്തം ജീവനേക്കാൾ ഉപരിയായി ജീവിത പങ്കാളിയെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു ഘടകമായിരിക്കും. ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. തെറ്റിദ്ധാരണകൾ, മുൻവിധികൾ, ഇതെല്ലാം ഇന്ന് സമൂഹത്തിൽ നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾക്കും മുൻവിധികൾക്കുമെല്ലാം നിങ്ങൾ അതീതരായി കഴിയണം. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നിങ്ങളെ പരസ്പരം. ഇന്നലെ വരെയും ഈ പ്രിയപ്പെട്ട മകനും ഈ പ്രിയപ്പെട്ട മകൾക്കും വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു. ആ സാഹചര്യങ്ങളെല്ലാം മാറി തനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരുക്കി വച്ച തൻ്റെ ജീവിത സഹിയെ ഇന്ന് ഈ കൂദാശ വഴി ദൈവം നമ്പുരാൻ നിങ്ങളുടെ കൂടെ അയക്കുകയാണ്. മണവാളന് മണവാട്ടിയെയും മണവാട്ടിക്ക് മണവാളനെയും അങ്ങനെ പരസ്പരം നിങ്ങളെവിടെ നിന്ന് ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾ സംയോജിപ്പിച്ചതാണ് എന്ന ആ പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. പ്രിയപ്പെട്ട മകളെ, ഇത്രയും കാലം മാതാപിതാക്കൾ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു വലുതാക്കി. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മണവാളനെയും ഒത്തിരി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളർത്തി വലുതാക്കി. ഈ വിവാഹപ്രായമെത്തി. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വലിയ അങ്കലാപ്പാണ്. 20 വയസ്സ് 22 വയസ്സാകുമ്പോഴേക്കും ആരെയെങ്കിലും കയ്യിലേൽപ്പിക്കണം, അല്ലേ ചേച്ചി? അങ്ങനെയല്ലേ? അത് ബലിഷ്ഠമായിരിക്കുന്ന കരങ്ങളായിരിക്കണമെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കും. നിശ്ചയമായും ബിബിൻ്റെ കരം ബലിഷ്ഠമായിരിക്കുന്ന കരമാണ് എന്ന് പൂർണ്ണമായിരിക്കുന്ന ബോധ്യം ഈ പ്രിയപ്പെട്ട മകളുടെ വീട്ടുകാർക്കും പ്രിയപ്പെട്ട മകൾക്കുമുണ്ട്. ആ ബലിഷ്ഠമായ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ശക്തമായിരിക്കുന്ന മുറുകി പിടിക്കുന്നൊരനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. നിശ്ചയമായും പയറ് ചെടി നമുക്കറിയാം, അത് ചെറിയൊരു കമ്പ് വെച്ച് കൊടുത്താൽ അത് മുകളിലേക്ക് നന്നായിട്ട് വളരും. ഫലമെങ്കിലും സ്ത്രീകൾ അബലകളാണ്. അവർക്ക് സ്ഥിരമായി നിൽക്കുവാനായിട്ട് ഒരു താങ്ങുണ്ടെങ്കിൽ
നിശ്ചയമായും അതൊരു വലിയ കാര്യമാണ്. ഈ പ്രിയപ്പെട്ട മകൾക്ക് ജീവിത പങ്കാളിയായി ഒരു താങ്ങായിട്ട് ഈ പ്രിയപ്പെട്ട മകനെ നൽകിയിരിക്കുകയാണ്. ചാരി നിൽക്കുവാനായിട്ട്, ചാഞ്ഞു പോകാതിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഈ ജീവിത പങ്കാളി പരസ്പരം രണ്ടുപേർക്കും തുണയാകട്ടെ. ഒത്തിരി ഒത്തിരി സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിൻ്റെ ഉടമകളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി ഒത്തിരി നിറഞ്ഞു തുളുമ്പിയ സ്നേഹങ്ങൾ പലർക്കും നിങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതല്ലാതെ മറ്റൊരു സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പി ജ്വലിച്ചു നിൽക്കുന്ന സ്നേഹം അത് ഇതുവരെയും ആർക്കും കൊടുത്തിട്ടില്ല. അത് തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്നേഹമാണ്. ആ സ്നേഹം ഇന്നു മുതൽ നിങ്ങൾക്ക് പരസ്പരം കൈമാറുവാനായി ദൈവം അവസരമൊരുക്കിയിരിക്കുകയാണ്. രണ്ടുപേരും സ്വാർത്ഥരാണ് ഒരു കാര്യത്തിൽ. സ്നേഹം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ രണ്ടുപേരും. ജീവിത പങ്കാളിയുടെ സ്നേഹം രണ്ടുപേർക്കും വേണം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാതെ നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് എന്നറിയാം. പക്ഷേ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഈ ഇടവകയുടെ പേരിലുള്ളത് പള്ളിയുടെ ഭരണസമിതി അംഗങ്ങൾ, ട്രസ്റ്റി, സെക്രട്ടറി, മറ്റെല്ലാവരുടെയും പേരിലുള്ളതാ. എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന സ്നേഹവും എല്ലാവിധമായിരിക്കുന്ന സന്തോഷവും എല്ലാവിധമായിരിക്കുന്ന ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. വിവാഹോദാശയുടെ രണ്ടാം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കർത്താവേ, അനശ്വരമായ വിരുന്നിന് മഴവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങൾ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിന് ഇവിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. വാട്ടിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്ത ദേവാ ദയ ചെയ്തിടണമേ. ഔവയുടാതാ മീനെ വാട്ടിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്ത ദേവാ ദയ ചെയ്തിടണമേ. സാരയുടവരാമീനെ വാട്ടിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്ത ദേവാ ദയ ചെയ്തിടണമേ. കയോടി സഹാക്കിനെ വാട്ടിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്ത ദേവാ ദയ ചെയ്തിടണമേ. റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയിൽ മീനാമി. മിസ്രീനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്ത ദേവാ ദയ ചെയ്തിടണമേ. കർത്താവേ, പരസ്പരം എൻ്റെതിരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്തെ ചേട്ടിലാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പന ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാമ്പത്തനും പരിശുദ്ധമായുള്ളവയെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസനിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. പരം നാഥ ശക്തിയിലും രക്ഷയിലും നൃപതി നല്ലവരും മുമ്പീറവനേകി
ലൂയോ ഹാലേലൂയ മഹിമാവിൻ മുടി ചൂടി തലയിൽ പാറിക്കുമോ മിൻമോലം വാതാമൈമോലം വൈമീനാമീ മനവരയേമേൽ സ്വർഗത്തിൽ സഭയിൽ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗമേവും സുൽത്താനന്മാർ ഹൈലേയർക്കോ ശിവനേക്കാൾ നിന്നെ വേലാക്കി ക്രിയലായിസോ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സ്തുതിയും സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ എൻ്റെ നാഥാടിയങ്ങൾക്ക് അർഹത നൽകണമേ. ഉണ്ടായിരുന്നവനെ പോലുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭവും മാലാഖമാതിന് സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്നവനാരെന്ത വചനവും തൻ്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയതോന്നി സന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ ധന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം നിന്നോട് സ്വീകരിക്കുകയും ചെയ്ത മഹോന്നതനം ഏതൊരു തത്വചാരിക്ക് തത്വം ആരാധിക്കുവാനല്ല പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവല്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവൻ തന്നെ അഴിയപ്പെട്ടതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്നവരും ബന്ധമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നവനെ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കുന്ന ഈ നേരത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. കുലൂന്യമോ സോദഹായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വരച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയങ്ങൾ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയവാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ തിരക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുടെ അധികാരത്തിൽ നിന്ന് നീ ഉദാസീനയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശേഷാധികാരത്തിന് വിധേയരായി ആവശ്യിക്കുന്നവരായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ നിഴലിലും അഭിപ്രാപിച്ചിരിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും മുത്തവന്മാരെ ബന്ധക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിന് ധരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നവനായ വഴികൂടെ പ്രയാണം ചെയ്യുവാൻ നീ കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരന്മാർ ശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭം ഉണ്ടാകുന്ന തീരുമാനം ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവ് ജീവനെ കാക്ഷിക്കുന്നവരും പാവങ്ങളും ദൂരസ്ഥലമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസനോട് രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരെ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെ നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിൽ ദീക്ഷണങ്ങളാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദർശനം പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ ശ്രീവായി വന്ദിപ്പതിനാ രാജാവമശീഹ ഹാലേലൂയ കാക്കുന്നു നിന്നെ. കാതി
ഞങ്ങൾക്ക് ഒരു നിന്റെ വലതുഭാഗത്തുനിന്ന് കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്ത്രീയും സ്തോത്രം കരയറ്റുന്നു ചിങ്ങൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ താനേക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാറിമുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോട്ടവസാനിപ്പിപ്പോ ഏറും കൃപയാലിവരെ മോറിയ ബഹൈലോ നെഹദേ മൽക്കും വാലഫുർഗോനദറുസ് റൗർബോയെ ഹല്ലേലൂയ. ബാറഹ്മോർന്ന മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് ശിംശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായിട്ട് യേശുവിന്റെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Bakim de moran malo hat for gudilane shum shihom melzodai alo hodat bazar gam sulto kadisto maryam holenden hokanagavai അങ്ങനെ വിശ്വസിച്ചങ്ങൾ ഏറ്റുപറയുന്നു. akhwad kadishale meshum leholen skal man glilo yesolat humo dihul abred yurdanan. ഈ വചനങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലായിൽ യാത്ര പുറപ്പെട്ട യോർദാന മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തിയും ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തം പരീക്ഷാർത്ഥം പ്രേക്ഷകന്മാരെടുത്തി എന്ന ഏതൊരു കാരണത്തിന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിൻ്റെ ഭാര്യയോട് ചേരുകയും അവരിരുവരും ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചു എന്ന് വായിച്ചിട്ടില്ലയോ? ആകിയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനത്തിലൂടെ പിരിച്ചുവിടുക മോശ കൽപ്പിച്ചിരിക്കുക എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. മോശ, നിങ്ങൾ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങൾ അനുവദിച്ചു, എന്നാൽ അതിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര ദോഷം കൊണ്ടല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് പരിഗ്രഹിക്കുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നത് ചെയ്യുന്ന പ്രകാരം തന്നെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര ജീവിതം കുറ്റപരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു പ്രത്യേക വരമാണ്, എല്ലാവരും ശക്തരല്ല. എന്തുകൊണ്ടെന്ന് താങ്കളുടെ മാതാവിന് തന്നെ ഷണ്ഡന്മാർ ജനിച്ചിട്ടുള്ള ഷണ്ഡന്മാരുണ്ട്, മനുഷ്യരാ ഷണ്ഡന്മാരാകുമ്പോൾ ഷണ്ഡന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം നിങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. ഷൈനോ വസ്ലോമോ ലക്കുൽഖോ. നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനാം നീ പ്രാഗത്യത്തെ വിധി പോൽ ഭംഗ്യാഘോഷിച്ചു. Barakmor, Bushmodabo, Udabro, Drekadis Lahayadalo, Lavulmi.
Klilobirendo moran benchmayo soya hinohe hasino yoye kalilo kono soye barishoe വൈദിക ഷിമ്മ ഷിമ്മ കൺപാലിമ്പം നൽക മുടിയായി മണവാളെന്നും മണവറയാൽ മണവാട്ടിക്കും മകുടം ഘോഷമിറങ്ങി മണവാളനയാചാര്യൻ അണിക്കും മകുടം രമ്യ മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് കിടുവാൻ രചിരം മകുടം പാരം രുചിരം കർത്തനാൽ ഘോഷിച്ചിറക്ക് കൗതുകമേറും കിരീടം മണവാളൻ ശിരസിൽ മേൽ കൊഹന ചൂടിക്കുന്നു ശാശ്വതശാലാദീശ സത്യമണാട ശീക്രം സവിധമണീടണമേ സതതം സന്തോഷിക്കാം. ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ ശലശക്തിക്കും എതിരായ അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാട്ടെ. Klilobirendo moran benchmayo soya hinohe kalsoyoye kalilo kohano soye barisho വൈദിക ഷിമ്മ ഷിമ്മ കൺപാലിമ്പം നൽക മുടിയാൽ മണവാളെന്നും മണവറയാൽ മണവാട്ടിക്കും നുടയാൻ കയ്യാൻ മകുടം ഘോഷമിറങ്ങി മണവാട്ടിയാചാരിൽ അണിക്കും മകുടം രമ്യ മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് കിടുവാൻ രചിതം മകുടം പാരം രുചിരം കർത്തനാൽ ഘോഷിച്ചിറക്ക് കൗതുകമേകും കിരീടം മണവാട്ടിയുടെ ശിരസിൽ കഹന ചൂടിക്കുന്നു മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം ഭംഗിയുള്ള അലങ്കാരങ്ങൾ നിർത്താതെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യുമാറാവട്ടെ. ശുഭചിഹ്നം താൻ സ്ലീബാ വിജയ കൊടിതാൻ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായെ പുകഴും നൂനാ സ്ലീബോവോ സോദ ശൈലോ
പൊതുനി സദസോ കോസോ സ്ലീബോദ് ബേഹു ഫ്രീക്കീനാ ബേക്കുലാൻ ബേസ്താബഹീനാ ശുഭചിഹ്നം താൻ സ്ലീബാ വിജയ കൊടിതാൻ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും മനുഷ്യ ജീവിതത്തെ സന്തോഷിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്തിൽ താൻ നിങ്ങളുടെ മണവാളത്തിൽ നിന്ന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലം കൈവന്ന നിങ്ങളിൽ ആവശ്യിച്ച എല്ലാ ഉപദ്രവങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോട് കൂടെ ഇരുന്ന ആകൽക്കസയുടെ വഞ്ചനയെ നിങ്ങൾ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ യേശുവിനെ നിങ്ങളുടെ ദൈവം കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫ് സന്തോഷപ്രകാരം നിങ്ങളെ സന്തോഷിക്കേണ്ട ഉത്തമ സന്താനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് വന്യമഞ്ഞ് ഭൂമിയിൽ പാതിക്കുന്ന സർവ്വ സൽപ്പരങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിൻ്റെ പുത്രനെ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുന്ന അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങളും സമ്പാദ്യങ്ങളും കൊണ്ടും സർവ്വ സൗഭാഗ്യം ദൈവം നിങ്ങൾ സമ്പന്നരാക്കുകയും ആ പാപനിടുന്ന പോലെ നിങ്ങളുടെ കടയും പാപങ്ങളെയും പരിഹരിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗ്ഗരാജ്യ അവകാശം ഭവിക്കട്ടെ. നാം എല്ലാവരും മരിച്ച പാപപരിഹാരം പ്രാപിക്കുമാറാകട്ടെ. മിസ്രൈമിൽ കൂട്ടിക്കൊണ്ടു നുണപാട്ടൊടുപണിയുവാനായി സീനമറിയിറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും ഈ സംഘത്തെ മുഴുവൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധനാക്കി സ്തുതി കരയറ്റാം. ആമീൻ. യുവമണവാള് നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വിശിച്ചിടുക കുളിർത്തെന്നൽ സത്യമണാളാ നീതി നാഥ ഞാൻ നിൻ മണവാട്ടി നീയാണെ തണലും താങ്ങും ചെയ്യണമെന്നോടു കാരുണ്യം നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാടിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോ ഞാനെന്തിച്ച് മുറിയോരാഹി മേലയിലുവാതാരി കർത്താവേദി നാഥത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളില് പുണ്ടാകേണം ദൈവാത്മജനി ദമ്പതികളെയും തലയിൽ ചൂടും മാകുടങ്ങളെയും വലതു കരത്താൽ വാഴ്ത്തിയിടേണം നാമം ചൊല്ലി ദമ്പതികൾക്കായി വരവേകേണം തേജോലോകം ഇവരുടെ കാലം ശുഭമാകേണം ധന്യതയാർന്നോ പരിശുദ്ധിമാ തൻ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനി വഹത്തി എന്നേക്കും സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സർവം കേട്ടിട്ടഭ്യർത്ഥനെ കൈക്കൊള്ളുവോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവസന്നിധിയിൽ
ആയിരിക്കുന്ന സമയത്ത് വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഇവ സത്യത്തിലും നീതിയിലും തൽപരരും നല്ല കാര്യങ്ങളും ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്തൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള യങ്കൂരേൻ്റെയും ഈ ജനക്കൂട്ടത്തിന് മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഹൃദയ വിചാരങ്ങളെ അറിയുന്നതിന് മുമ്പിലാകുന്നു, അറിയാത്തതിന് മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കൂടെ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളും ക്ഷണിച്ചവരിലും ദൈവത്തെ അനുഗ്രഹങ്ങളും കരുണകളും സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനീയമായ പരിശുദ്ധ കന്യാമറിയമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിച്ചുള്ള അനുഗ്രഹം നിങ്ങളിലും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലങ്കയും എന്നേക്കും നിങ്ങൾ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ കൽപ്പന നിങ്ങൾക്ക് എല്ലാവരും ആകുമെന്ന് പ്രത്യേകം അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരുടെ ഭാര്യയുടെ ബന്ധം എങ്ങനെ നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. മകളെ, നീ സ്വന്തം ആളുകളെ വെടിഞ്ഞ് നിന്റെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, നീ ഇവളുടെ പ്രതിയുള്ളവനായിരിക്കണം. മകനെ, നീ വിശന്നിരുന്നാലും ഇവൾക്ക് ഭക്ഷണം നൽകണം. ദാഹിച്ചിരുന്നാലും ഇവൾക്ക് നീ പാനീയം നൽകണം. നീ നഗ്നനായിരുന്നാൽ ധരിപ്പാൻ നൽകണം. മകളെ, നീ ന്യായമായ പ്രകാരം ഇവൻ്റെ പരിചരണം നിർവഹിക്കും കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി മകളെ, നീ ഇവൻ്റെ ഇടയ്ക്ക് വർത്തിക്കണം. കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിൽ നിങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ച് മരിച്ചിറക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലതുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും എതിർപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഹൃഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദിസ എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഏകാത്മജനോട് നിന്നോർമ്മ ഉദരണമേ നിൻ പ്രാർത്ഥനമേ ഓർമ്മയെ ബഹുമാനിച്ചു നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളയും തൻ കോപം. ഗ്രഹീതരാകുന്നു. ആത്മീയമായിരിക്കുന്ന ഈ വിവാഹകൂദാശയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ എല്ലാവരും ദൈവകർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്പരാ നിങ്ങളെ വിശ്വാസം മര്യാദയും ആശ്വസിപ്പിക്കട്ടെ. പിതാമത്തിനും പരിശുദ്രോഹായുമായുള്ളവയെ ബലഹീനവും കുറവുള്ള അടിയങ്ങൾ പ്രാർത്ഥനകൾ ശുശ്രൂഷ വരെ ഞങ്ങൾ സിംഹാസനങ്ങൾ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ട തേരണമേ ആബോ പ്രറോഹായ കാദീശോ രണ്ടുപേർക്കും കൊടുക്ക്. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ.
here. I am Anveri and this is my sister Harsha. We welcome you all to the big day celebration of Ebin and Morni. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡ് എന്ന ഈ മഹാമാരിയുടെ നടുവിൽ വെച്ച് നടന്ന ഈ വിവാഹവേളയിൽ നമ്മളെല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും യാതൊരു കുറവുമില്ല. എങ്കിലും മാസ്ക്, സാനിറ്റൈസർ എല്ലാവരും പരമാവധി ഉപയോഗിച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതാണ്. The Lord God said, "It's not good for the man to be alone. I will give a suitable partner to him." മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു തക്ക തുണയെ ഞാൻ നൽകും. It's my pleasure to introduce for the first time Ebin and Morni as the newly married couples. So, without any formalities, let's give a warm invite to the couples, Mr. Ebin and Mrs. Morni കൂടിച്ചേരുന്നതാണ്. ഇവരെ പോലെ തന്നെ ഇവരുടെ ഈ വിവാഹം സുന്ദരമായി കാണാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ പാരൻസ് കൂടിയാണ്. So, I inviting Ebin's family. നമുക്കെല്ലാവർക്കും അറിയാം, എബിൻ്റെ പാരൻസ് നമ്മുടെ കൂടെ ഇല്ല. എങ്കിലും അവരിതെല്ലാം കണ്ട് വളരെ സന്തോഷപൂർവ്വം ഇവിടെ ഉണ്ടെന്ന്, അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എങ്കിലും എബിൻ്റെ ഗ്രാൻഡ് പാരൻറ്റ് ഇവിടെ ഉണ്ട്. ഓൾസോ എബിൻ്റെ സിസ്റ്ററും ഫാമിലിയും ഇവിടെ ഉണ്ട്. അവരെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി പ്ലീസ്. എബിൻ്റെ സിസ്റ്റർ സോണി ആൻഡ് വിത്ത് ദ ഫാമിലി. ചേച്ചി is married to Arun Kuriakose and he is working in cruise ship at USA. And they are blessed with a child, Chris, and he is studying in first standard. Now it's time to invite Morni's family. Her father, Mr. Kuriakose Matai, is a businessman at Saudi Arabia. അങ്കിൾക്ക് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. So we are welcome her mother, Mrs. Jolie Kuriakose. She is a homemaker, and her brother, Mr. Thomas Kuriakose. He is pursuing his BEM degree in hotel management from Munnar Catering College to the stage. വിളക്ക് തെളിയിക്കുന്നതിന് മുന്നോടിയായി യാക്കോബായ സഭ വൈദിക ട്രസ്റ്റിയും കുന്നപ്പള്ളി സെന്റ് ജോർജ് യാക്കോബൈറ്റ് സിറിയൻ ചർച്ച് വികാരിയുമായ ഫാദർ സ്ലീപ പോൾ വട്ടവേലിൽ കോർ എപ്പിസ്കോപ്പ അച്ഛനെ ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിളിയു നിറഞ്ഞോരീശോ നിൻമിളിവാൽ കാണുന്നു. വിളിവിയടിയഖില താരമതാ വിളിവും നീ കാന്ത്യാനങ്ങളിനി താതൻ കതിരേശോഭിപ്പിക്കെന്നും വിളിവെൺതട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ വീണ്ട കഷ്ടത വിൻചിൻ ദയുമടിയാ രീനൊഴിക്കാം സൽക്രിയകൾക്കുമനോ ഇപ്പോൾ ഇവിടെ എബിനും മോണിയും ചേർന്ന് തിരി തെളിയിക്കുകയാണ്. അടുത്തതായി എബിൻ്റെ ഫാമിലിയും കൂടി ചേർന്ന് തിരി തെളിയിക്കുക.
ചേച്ചിയൻ, ചേട്ടായി, ചാച്ചൻ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങളും അപ്രകാരം തന്നെയാകുവിൻ എന്ന് കർത്താവ് അതിൻ്റെ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. പ്രകാശം വരുമ്പോൾ അന്ധകാരം മാറ്റപ്പെടുന്നു. ഈ നമ്മുടെ വാത്സല്യ മക്കളുടെ ജീവനം എന്നും പ്രകാശപൂരിതമായി തീരുവാൻ ഈ പ്രതീകാത്മകമായി തെളിയിക്കുന്ന ഈ പ്രകാശമുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇവിടെ കുടുംബജീവിതം സന്തോഷകരമായി തീരുവാനൊക്കെ വേണം, മധുരമായി തീരുവാനൊക്കെ വേണം ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം ഷെയർ ചെയ്യുകയാണ്. അടുത്തതായി വധുവും വരനും ചേർന്ന് കേക്ക് കട്ടിംഗ് സെറമണിയാണ്. ഒരു കേക്ക് കട്ടിംഗ് എന്ന് പറഞ്ഞത് ഒരു ആചാരം മാത്രമല്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് മധുരം, ഉപ്പ്, അങ്ങനെ പല ചേരുവകളാണ്. അതുപോലെ തന്നെയാണ് അവരുടെ കുടുംബവും. അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയുമായി ചേർന്ന് രണ്ടുപേരും പരസ്പരം പങ്കുവച്ചിരിക്കുന്നു. Once again, heartily congratulations to both of you from all of us. ഒരിക്കൽ കൂടി മോർണിംഗ് ആൻഡ് എബിൻ എല്ലാവിധമായിരിക്കുന്ന വിവാഹ മംഗള ആശംസകളും നേരുകയാണ്. ഇവിടെ പിള്ളേർ അനൗൺസ് ചെയ്തതുപോലെ കോവിഡിൻ്റെ പ്രോട്ടോകോൾ നമ്മളെല്ലാവരും പാലിക്കണം. വളരെ ആഘോഷകരമായി നടത്തേണ്ട കല്യാണം വളരെ ശുഷ്കിച്ചു പോയി എന്നുള്ളതിൽ നമുക്കൊക്കെ സങ്കടമുണ്ട്. പക്ഷേ സാഹചര്യം അങ്ങനെയാണ്. എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഈ വധൂവരന്മാർക്ക് ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് വിനയത്തെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മണവാളൻ്റെ വല്യമ്മച്ചിയും വല്യപ്പച്ചനും ഉണ്ട്. വല്യമ്മച്ചി വീട് നോക്കിയിരിക്കുകയാണ്, അപ്പച്ചൻ കൂടെയുണ്ട്. പ്രിയപ്പെട്ട അമ്മച്ചി, മണവാളിയുടെ അമ്മച്ചിയും ആങ്ങളെയും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇബിൻ്റെ അളിയൻ ദൈവത്തിൻ്റെ കരുണയാൽ കുറച്ച് നേരത്തെ എത്താൻ കഴിഞ്ഞതുകൊണ്ട് വിവാഹം കുറച്ച് നേരത്തെ തന്നെ നടത്തുവാനായിട്ട് സാധിച്ചു. ഇവരുടെ ജോയിനിങ് അതുകൊണ്ട് വളരെ നേരത്തായി തീർന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇടവകയിലേക്ക് ഒരു കുടുംബം കൂടി പുതുതായിട്ട് ചേർന്നിരിക്കുന്നു. രണ്ടുപേരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ബഫേ സ്റ്റൈലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം കേട്ടോ. കർത്താവിൽ നൽകിയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനായി നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആഹാരത്തെ നിന്റെ കരുണയോർ ചൊലിപ്പാനും മന്നിപ്പാനും ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ആമീൻ. ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുക. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. ഇപ്പം ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്. ഫാമിലിയായി വന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കാം. നിങ്ങൾക്ക് വന്ന് മാസ്ക് റിമൂവ് ചെയ്ത് ഫോട്ടോ എടുക്കാം. പക്ഷെ നിങ്ങളെല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച് ഇങ്ങോട്ട് കറങ്ങുക. ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റഷ് ഒന്നും ഉണ്ടാക്കാതെ, നമുക്കറിയാം കോവിഡ് എന്ന ഈ മഹാമാരിയുടെ നടുവിൽ എല്ലാവരും ശ്രദ്ധിക്കുക.
So thank you.